നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്ന അടിപൊളി കഥകളൊക്കെ തന്നെയാണ്. കാരണം ഇത്ര നാളത്തെ പ്രതികാരം ഒന്നായിട്ട് തീർക്കുവാണ് കാവേരി. ജയബാലിട്ട് നല്ല ഇടിവെട്ട് പണി കിട്ടുന്നുണ്ട്. ജയബാലൻ കരുതിക്കൊണ്ടിരുന്ന കാവേരി വെറും ഒരു പെണ്ണ്, അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് കരുതിയിരുന്ന, പക്ഷെ കാവേരിയെ രക്ഷിക്കാനായിട്ട് കൃത്യസമയത്ത് തന്നെ CI ചാരുലതയും അതോടൊപ്പം തന്നെ നിവിനൊക്കെ എത്തിച്ചേരുന്നുണ്ട്. കാവേരി ജയപാലിനെ പൂട്ടുന്നുണ്ട്. വെറും പൂട്ടല്ല, ഇത്രയും കാലം തട്ടിയെടുത്തത് മൊത്തം ഒറ്റയടിക്ക് കാവേരി വാങ്ങിയെടുക്കുവാണ്. അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു, നിവിന് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞെങ്കിലും കാവേരി ആ പ്രണയം നിരസിക്കുകയോ ചെയ്ത. കാവേരിക്കറിയാം അതിന്റെ വരുംവരായികളെ കുറിച്ചൊക്കെ. പക്ഷേങ്കിൽ ഈ സമയത്ത് രാജേശ്വരി ഒരു കാര്യം ചെയ്തു. രാജേശ്വരിക്ക് തോന്നി തന്റെ മകൻ പോലും തന്നോടൊപ്പം ഇല്ലാന്ന് കരുതിയിട്ട് ആത്മഹത്യാ ശ്രമം നടത്തി. അങ്ങനെ ആത്മഹത്യാ ശ്രമം നടത്തിയതുകൊണ്ട് നിവിനാണ് പാവം പെട്ടുപോയത്. നിവിന് ഒടുവില് കല്യാണത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. രാഗിണിയുമായിട്ടുള്ള ഇഷ്ടമല്ലെങ്കിൽ പോലും വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല നിവിന്. അതേസമയത്ത് കാവേരിയൊക്കെ പോവാനായിട്ട് റെഡിയാകുവാണ്. എല്ലാം പായ്ക്കിയതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ആ സമയത്തെല്ലാം ശാരദയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ശാരദയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പത്തേനും കാവേരി പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? ദേ നമ്മള് ഇവിടുന്ന് വെറും കൈയോടെ എന്താളും പോകത്തില്ല. ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന സമയത്ത് എന്റെ അച്ഛൻ സമ്പാദിച്ചെല്ലാം വാങ്ങിച്ചോണ്ട് ഈ കാവേരി ഇവിടുന്ന് പോകത്തുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പം ശാരദ പറഞ്ഞു, അതെങ്ങനെ നടക്കും? അതിനൊക്കെ വഴിയുണ്ടമ്മേ. നിളമോളുടെ സർജറിക്ക് വേണ്ടിയിട്ട് പണവും കാര്യങ്ങളൊക്കെ വേണ്ടേ? എല്ലാം നടക്കും. പിന്നെ ഈ കാവേരി വെറുതെ ആന്നോർത്താണ് അമ്മ ഇരിക്കുന്നേ. അച്ഛൻ എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ വിശ്വാസം എനിക്ക് തകർക്കാൻ പറ്റില്ല. അല്ല, അപ്പോഴേക്ക് ശാരദ ഓർത്തു, ശരിയാ, ഇടയ്ക്കിടയ്ക്ക് അരവിന്ദേട്ടൻ പറയുമായിരുന്നു, എടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ കാവേരി ഉണ്ടല്ലോ, നമുക്കൊരാ ആൺകുട്ടി പിറക്കേണ്ട സമയത്തും പിറന്നാണ് അവള്. കാരണം 4 പെൺപിള്ളേരാണല്ലോ. 4ാമത്തെ പെങ്കൊച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശാരദയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പോഴേക്കും അരവിന്ദൻ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ? നമ്മുടെ കാവേരി ഉണ്ടല്ലോ, അവള് ശരിക്കും ഒരു ആൺകുട്ടിക്ക് തുല്യമല്ലേ? ശരിയാ, കാവേരി മരം കയറും എന്ന് വേണ്ട, ഒരാണ് എന്ന് എല്ലാ ജോലികളും ചെയ്യുകയും ചെയ്യും. അരവിന്ദനൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാവേരിയില്. നല്ല തന്റേടിയാണ് അവള്, ആരെയും കൂസാത്ത ഭാവം, നേരെ വാ നേരെ പോകുന്നുള്ള പ്രകൃതം. തെറ്റ് കണ്ടുകൊണ്ട് തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കും. ഒരു 3-5 പേരൊക്കെ ഒറ്റയടിക്ക് തന്നെ അടിച്ച് താഴെ ഇടുകയും ചെയ്യും. അത്രയ്ക്ക് ധൈര്യമുള്ള പെണ്ണാണ് ശാരദയ്ക്ക്. അരവിന്ദന്റെ വാക്കുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും ശാരദയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെണ്ണല്ലേ, നാളെ ഒരുത്ത കല്യാണം കഴിച്ചുകൊണ്ട് പോകണ്ടാണല്ലോ എന്ന് ഓർത്തോണ്ടാണ് ശാരദ ഇടയ്ക്കിടയ്ക്ക് കാവേരി ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത്. കാവേരി പുറത്തൊക്കെ പോയിട്ട് വരുമ്പം. പക്ഷെ കാവേരിക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. ശാരദയ്ക്ക് മനസ്സിലായി അരവിന്ദേട്ടൻ എന്തുകൊണ്ടാ അന്ന് അങ്ങനെ പറഞ്ഞെന്നുള്ളത്. അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോഴും ശാരദയ്ക്ക് ഓരോരോ ഓർമ്മകളാണ്. കാരണം ഇത്രയും വർഷം താനും അരവിന്ദേട്ടനും ജീവിച്ച വീടാണ്. അരവിന്ദേട്ടൻ ഓരോ അവധിക്ക് വരുമ്പോഴും എത്ര സന്തോഷമായിരുന്നു. ഇവിടെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. അതാണ് ഇല്ലാതാകാൻ പോകുന്നത്. വിനീതിന് പോകാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനാ. ഇവിടെ നഗരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം എനിക്ക് പിടിക്കുമോ? അവിടെ എങ്ങനെയായിരിക്കും? ചൂടും കാലാവസ്ഥയൊന്നും പിടിക്കത്തില്ല. പക്ഷെ നീളമോളുടെ ഓപ്പറേഷനെ കുറിച്ച് ഓർത്ത് ചെയ്യുമ്പോൾ പോരാത്തനാണെങ്കിലോ കെങ്ക പറയുകയും ചെയ്തു, വിനീതേട്ടന് വരാൻ താല്പര്യമില്ല, വിനീതേട്ടൻ വരണ്ടാന്ന്. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, എന്റെ അനുജത്തിയുടെ സർജറി നടത്തണമെന്ന്. അപ്പൊ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെന്നിട്ട് ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് എവിടെ താമസിക്കണ്ടേ എന്നൊന്നും ഇവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് വേണ്ടുന്ന സഹായങ്ങളൊക്കെ താര ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. താരയ്ക്ക് അവിടെ കുറെ പരിചയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രിവാൻഡ്രത്താണ് അവളിപ്പോ താമസിക്കുന്നത്. കല്യാണം കഴിച്ച അവിടേക്കാണ് അവിടെ വിട്ട. ഗംഗയുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു താര. അതുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസമാണ് പോകുന്നത്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും പോകാനുള്ള വണ്ടിയും കാര്യങ്ങളും എല്ലാം വന്നു. ആ സമയം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാവേരിയുടെ മനസ്സിൽ. പോകുന്നതിന് മുമ്പ് അവരൊന്ന് പോയി കാണണം ജയപാലിനെ. അത് മാത്രല്ല, നിവിന്റെയും രാഗിണിയുടെയും വിവാഹം ഇന്നാണ്. യമുനയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നിവിൻ തന്നെ ചതിച്ചെന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ കാവേരിക്ക് സത്യാവസ്ഥ അറിയാം. യമുനയെ ചതിച്ചിട്ടൊന്നുമില്ല. യമുനോട് തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അതെന്ന്. അങ്ങനെ പോവാനായിട്ട് അങ്ങോട്ട് വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാധമ്മ കാവേരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ, നമ്മൾ അങ്ങനെ വെറുതെ പോയിട്ട് കാര്യമുണ്ടോ? ഏയ് ഇല്ല അച്ഛമ്മേ, ഇത് നമ്മൾ വെറുതെ പോകാൻ പോകുന്നില്ല. പോകുന്നതിന് മുമ്പ് നമുക്ക് ചില ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മോളെ,
അരവിന്ദന്റെ മക്കൾ ആരാന്ന് കാണിച്ചു കൊടുക്കണ്ടേ? കണ്ണൂർക്കാരൻ അരവിന്ദന്റെ മക്കൾ ആരാന്ന് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പോകാവുള്ളൂ. നമ്മുടെ ശക്തി എന്താന്ന് അവൻ അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം നേരെ കല്യാണ മണ്ഡപത്തിലേക്കാണ് വരുന്നത്. ജയബാലൻ ഭയങ്കര സന്തോഷത്തിലാണ്. കല്യാണമല്ലേ, ആളെ വിരുന്ന് ഒരുമാതിരി ആൾക്കാരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം നാട് അടക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും വരുമ്പോൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം രാജേശ്വരിക്ക്. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നി. ഒരു ആത്മഹത്യാ ശ്രമം നടന്നെങ്കിൽ എന്താ, തന്റെ മകൻ തന്റെ വഴിക്ക് വന്നില്ലെന്നൊരു ചിന്ത. പക്ഷെ നിവിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് അന്ന് രാവിലെ നിവിന് ഒരുങ്ങണ സമയത്തും നിവിന്റെ മനസ്സ് നിറയെ കാവേരിയായിരുന്നു. ഒരുപക്ഷെ അവളും താനുള്ള വിവാഹമായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോട് കൂടിയിട്ട് താൻ സമ്മതിക്കേണ്ടായിരുന്നു. അമ്മ ആത്മഹത്യാ ശ്രമം നടത്തിയത് കൊണ്ട് മാത്രം ഒരുപക്ഷെ ജീവച്ചവായിട്ടായിരിക്കും താന് രാഗിണിയുടെ കഴുത്തി താലി ആർത്തുന്നത്. ഒരിക്കലും അവളെ തനിക്ക് ഭാര്യയായിട്ട് കഴിയാൻ പറ്റുമോന്ന് പോലും അറിയത്തില്ല. തന്റെ മനസ്സ് നിറയും കാവേരിയായിരിക്കും. രാഗിണി പക്ഷെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. താൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത. അതുപോലെ തന്നെ ജയപാലന്റെ മനസ്സിലും എല്ലാവർക്കും പണി കൊടുത്തല്ലോ എന്നൊരു ചിന്ത. അങ്ങനെ വരുന്നവരെയൊക്കെ സ്വീകരിച്ചിരുത്തി. ഒടുവില് ചേക്കൻകൂട്ടരൊക്കെ വന്നു. അവരെല്ലാം സ്വീകരിച്ചു. പിന്നീട് മുഹൂർത്തത്തിനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും താലി കെട്ടാനുള്ള കൊട്ടും കുരവയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴാണ് കാവേരിയും ശാരദ രാധമ്മ എല്ലാരും കൂടെ അങ്ങോട്ട് കയറി വരുന്നേ. താലി എടുത്ത് നിവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇവൻ അങ്ങോട്ട് കെട്ടാൻ തുടങ്ങുമ്പോഴത്തേനും ജയബാലാന്നും വിളിച്ചോണ്ട് കാവേരി അങ്ങോട്ട് വന്നേ. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഹാളിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം തലതിരിച്ച് കാവേരിയെ നോക്കുകയാണ്. അപ്പോഴേക്കും ജയബാലനൊരു അന്താളിപ്പോട് കാവേരിയെ നോക്കുകയാണ്. ജയബാല, നീ വിജയിച്ചെന്ന് കരുതിയോ? ഒരിക്കലും ഇല്ലടാ. എന്റെ അച്ഛന്റെ അധ്വാനം കണ്ട് നീ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നേ. എന്റെ അച്ഛന്റെ അധ്വാനത്തിന് ഫലമല്ലേടാ നീ ഇപ്പം അനുഭവിച്ചോണ്ടിരിക്കുന്നേ. നിന്റെ മകളെ ഈ കെട്ടിക്കാണ്ട് ഈ ദൂർത്ത് കാണിക്കുന്നേ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഗൾഫിൽ കിടന്നുണ്ടാക്കി പണമല്ലേടെന്നൊക്കെ ചോദിച്ചോണ്ട് വായുവെന്നെല്ലാം വിളിച്ചു പറയണം. ആൾക്കാരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയുമ്പോ ജയപാലന്റെ തൊലി ഉരിഞ്ഞു പോയി. ജയപാലൻ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് എന്താണ് നീ പറയുന്നത്? അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോണം. എടാ, പോകാൻ തന്നെയാടാ വന്നേ, അല്ലാതെ നിന്റെ മകളുടെ കല്യാണ സദ്യ ഉണ്ടാൻ വന്നൊന്നും അല്ല. വന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ജയബാല? നമ്മൾ തമ്മിലൊരു കണക്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് എന്റെ അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലം അത് ഒരിക്കലും നിനക്ക് വിട്ടു തന്നിട്ട് ഞാൻ പോരത്തില്ലെന്ന്. എന്റെ അച്ഛനുണ്ടാക്കിയെന്ന് ഒരു പൈസ പോലും നിനക്ക് കിട്ടത്തില്ലെന്ന്. അത് കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. അപ്പോഴേക്കും ജയബാലൻ പറഞ്ഞു, മര്യാദയ്ക്ക് പോകുന്നത് നല്ലത്, അല്ലെ നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കുമെന്ന് പറഞ്ഞു. എങ്കിലും അന്ന് കണ്ടിട്ട് തന്നെ കാര്യം ജയബാല. ചോണയുണ്ടാടാ നിനക്ക് എന്റെ നേരെ കൈ പൊക്കാന്ന് ചോദിച്ച കാവേരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജയബാലൻ ഒരു നിമിഷം ഒന്നും ഞെട്ടി. കാവേരി ആള് ഇവളോട് ചിലപ്പോൾ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഇവള് നല്ല തട്ട് തരുമെന്നുള്ള കാര്യം അറിയാം. അപ്പോഴേക്കുമാണ് CI ചാരുലത അങ്ങോട്ടേക്ക് വരുന്നത്. ചാരുലതയും കുറച്ച് പോലീസുകാരും കൂടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ജയബാലൻ ചോദിച്ചു, ഇതെന്താ മാഡം പോലീസ് യൂണിഫോമില്? മാഡത്തിനെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഞാൻ കല്യാണ സദ്യ ഉണ്ടാൻ വന്നല്ല ജയബാല. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ച് അന്വേഷിക്കുകയും ചെയ്താ. അന്ന് കാവേരിയുടെ മൊബൈൽ ഫോണും ഡയറിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കാവേരിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണും ഡയറിയൊക്കെ ആയിരുന്നു. അത് കൈയോടെ അങ്ങോട്ട് പിടികൂടിയായിരുന്നല്ലോ ഞാനെന്ന് പറഞ്ഞു. ഒരു നിമിഷം ജയബാലനൊന്ന് ഞെട്ടി. അല്ല, അത് പിന്നെ മാഡം, എന്റെ മകളുടെ കല്യാണം നടക്കും ഇവിടെ. ആയിക്കോട്ടെ ജയബാല, പക്ഷെങ്കിലേ ഞാനൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കത്തില്ല. പാവപ്പെട്ട ഒരു കുടുംബത്തിന് നീതി ലഭിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ മകളുടെ കല്യാണോ സദ്യയും അടിയന്തരം ഒക്കെ എന്ന് പറഞ്ഞു. ജയബാലൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. താൻ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്നെ വെല്ലുവിളിക്കുന്ന പോലെ അന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോന്നപ്പം ഞാൻ വെറുതെ ഇരിക്കുമെന്നോ? എല്ലാ പോലീസുകാരെ പോലും തന്റെ മുന്നു ഓച്ചാനിച്ചിരിക്കുന്ന ഒരുത്തിയാണെന്ന് ഞാനെന്ന് കരുതിയോ? ഒരിക്കലും അല്ല ജയബാല. ഞാൻ പഠിച്ചു തന്നെ ഞാൻ ഈ പോസ്റ്റിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ചെയ്യുന്ന ജോലിയോട് എനിക്ക് നീതി പുലർത്തിയാൽ മതിയാവുള്ളൂ. ഞാൻ ഇവിടേക്ക് വന്നതേ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ ഏറാമൂളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ലാന്ന് പറഞ്ഞു. ഒരു നിമിഷം ജയബാലൻ ഇങ്ങനെ അന്താളിപ്പോടെ നോക്കുമ്പോഴത്തേനും അവനെ അവരെ കൊണ്ടുവരാൻ പറയണം. അപ്പോഴേക്കും മൊബൈൽ അടിച്ചു മാറ്റി അവനെ കൊണ്ടുവന്നു. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയബാലന്റെ ഉള്ളം കത്തിപ്പോയി. പണി പാളി എന്നുള്ള കാര്യം മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒടുവേ ജയബാലനോട് പറഞ്ഞു, ജയബാല, മര്യാദയാണ് മര്യാദ. അതെല്ലാം തിരിച്ചു കൊടുക്കുന്ന നിനക്ക് നല്ലത്. നീ അടിച്ചു മാറ്റിയെന്ന് പറയുന്നതൊക്കെ. ജയബാലൻ പറഞ്ഞു, അനാവശ്യം പറയരുത്. ഞാൻ ആരുടെ ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇല്ലേ, ഇനി നീ നിന്ന് തർക്കിക്കുവാണോന്ന് ചോദിച്ചു. പിന്നീട് ജയബാലൻ ദേഷ്യത്തോട് കൂടിയിട്ട് കാവേരിയുടെ നേർക്ക് കൈ പൊക്കാൻ തുടങ്ങുമ്പോഴത്തേനും
അവിടേക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് നിവിനും. കാരണം കല്യാണ മണ്ഡപത്തിൽ നിന്ന് അവരൊക്കെ എഴുന്നേറ്റു, നിവിനും രാഗിണിയൊക്കെ എഴുന്നേറ്റു. ആ സമയം ചാരുലത പറഞ്ഞു, അതെ നിന്റെ അഭ്യാസമൊന്നും ഇവിടെ നടക്കില്ല ജയബാല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജേക്കബ് സാറും പിന്നെ ശിവരാമനും കൂടെ വരുവാണ്. അപ്പൊ ഈ പറയുന്ന ജേക്കബിനെയൊക്കെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ടുണ്ടായിരുന്നു ഗുണ്ടകളെ വിട്ട് ജയപാലന്. പക്ഷെ കൃത്യസമയത്ത് അവരൊക്കെ വന്നു, തെളിവുകളെല്ലാം അവര് കൊടുക്കുവാണ്. ശിവരാമനും താന് നടത്തിയ പണ ഇടപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ജയപാലൻ തന്റെ ഈ പണം തന്നുവിടുമായിരുന്നു, അതും അരവിന്ദേട്ടന്റെ പണമായിരുന്നു, അതുകൊണ്ട് കൊടുത്തോണ്ടിരുന്ന താനാ തോട്ടത്തിന് വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞു, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഡയറിയിലെ തുകയുടെ കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ജേക്കബ് സാറും കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ എത്ര ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അത് മുഴുവൻ കൊടുക്കാനായിട്ട് അയാളോട് പറയണം. അയാൾ സമ്മതിച്ചില്ല. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, മര്യാദയ്ക്ക് എൻ്റെ അച്ഛൻ്റെ പണം തന്നു, അത് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളാ, നിങ്ങൾ ഒറ്റ എടുത്തരാന്ന് പറഞ്ഞു. എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയപാലന്റെ സമനില ഇട്ടുന്ന പോലെ തോന്നി. ജയപാലൻ പറഞ്ഞു, അതേടി നിന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാ അത് ചെയ്തേ, എന്താടി നിനക്ക് എന്ന് ചോദിച്ചോണ്ട് ജയപാലൻ ദേഷ്യപ്പെടുമ്പോഴത്തേനും ശാരദ അങ്ങോട്ടേക്ക് വന്നു. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്, രാഗിണി പോലും. ശാരദ അങ്ങ് വന്നിട്ട് ജയപാലന്റെ കോളറിന് കയറി കുത്തിപ്പിടിച്ചു. എടാ ദുഷ്ട, സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ നിന്നെ സ്നേഹിച്ചിട്ട് നീ ഇതുപോലൊരു ചതിയല്ലേ കാണിച്ച എന്റെ അരവിന്ദേട്ടനോട്, എടാ നിന്നെ ഞാൻ വെച്ചേക്കില്ലടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ശാരദയെ പിടിച്ചങ്ങോട്ട് മാറ്റി. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, നിന്നെക്കൊണ്ട് ഇതിനെ സമാധാനം പറയിക്കൂടാ, എന്റെ അച്ഛനെ കൊന്നവനാ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി, നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അടിക്കാൻ കൈ വാങ്ങുമ്പോഴത്തേനും രാഗിണി ആ കയ്യിലേക്ക് കയറി പിടിച്ചു. അത് പുതിയ ഒരു ഇതായിരുന്നു. രാഗിണി പറഞ്ഞു, തൊട്ടുപോയ കിടന്ന് കാവേരിയെ, എന്റെ അച്ഛൻ ഇങ്ങനെയാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അച്ഛൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നോ? അപ്പൊ അച്ഛനായിരുന്നു ഇതിന്റെ പിന്നില്. ഏറ്റവും വലിയ അടിയായിരുന്നു അയാൾക്ക് കിട്ടിയത്, സ്വന്തം മോള് പോലും അയാൾക്കെതിരെ തിരിയുവാണ്. അപ്പോഴേക്കും ചാരുലത പറഞ്ഞു, ഇതേ കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്, ലക്ഷങ്ങളാണ് നിങ്ങൾ അടിച്ചു മാറ്റിയിരിക്കുന്നത്, ആ പണം മൊത്തം ഇപ്പൊ ഈ നിമിഷം കൊടുക്കണമെന്ന് പറഞ്ഞു. ഒടുവില് ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു ജയപാലിന്, അത്രയും തുകയുടെ ചെക്ക്. അങ്ങനെ ജയപാലിന്റെ കയ്യിൽ നിന്ന് പണം മുഴുവൻ വാങ്ങിച്ചോണ്ടാണ് അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാവേരി പറഞ്ഞു, എന്നേക്കുമായിട്ട് പോകുന്നതല്ല, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ വരും ജയപാല, എന്റെ അച്ഛനെ കൊന്നതിന്റെ കണക്ക് ചോദിച്ചിട്ടോ ഞാൻ അടങ്ങത്തോളെന്നും പറഞ്ഞിട്ടാണ് കാവേരി അവിടുന്ന് പോകുന്നത്. കാവേരി പോയി കഴിയുമ്പോഴത്തേനും ഇവന് ആകെപ്പാടെ വിഷമമൊക്കെ ആവുന്നുണ്ട്. കാവേരിയെ കണ്ടുകഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവര് പോയി. അങ്ങനെ ട്രിവാൻഡ്രം എത്തി കഴിഞ്ഞപ്പോഴത്തേനും താര വരുന്നുണ്ട്. താര അവരെ കണ്ടിട്ട്, അവർക്ക് താമസിക്കാനായിട്ട് ഒരു വാടക വീട് വേണമല്ലോ. താര പറഞ്ഞു, അതെ ഒരു വാടക വീട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, അവിടെ പോയി തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് താമസിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ വാടക വീട്ടിലേക്ക് ചെല്ലുവാണ്. അത് വേറെ ആരുടെയും വാടക വീടായിരുന്നില്ല, നരന്റെ വീടായിരുന്നു. അപ്പൊ അവർക്ക് വേറെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിലാരും താമസം ഉണ്ടായിരുന്നില്ല. ആ വീട്ടിലേക്കാണ് അവര് പോകുന്നത്. അങ്ങനെ നരന്റെ വീട്ടിലേക്കാണ് താമസിക്കാണ്ട് ചെല്ലുന്നത്. അവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അംബിക ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നുണ്ട്, ശാരദയും രാധമ്മയും ഒക്കെ. അതെ താര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ താരയായിട്ട് കൂട്ടാണ് അവർ ബോട്ടിക്ക് പോയി പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. താര പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് ഒരു നിമിഷം ഒന്ന് കാവേരി ആലോചിച്ചു, താൻ ഈ വീട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. കാരണം അന്ന് ആ തോട്ടത്തിന്റെ കാര്യം പറയാനായിട്ട് താൻ ഇതുവഴി വന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാവേരിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ എന്താണെങ്കിലും നരനും കാവേരി അടുക്കാൻ പോകുന്നതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.